മരുമകളോട് അത്രയും സ്നേഹമുള്ള അമ്മായി അച്ഛനെ നിങ്ങൾ എന്തിനാണ് ആ വീട്ടിൽ നിന്ന് പോലീസിനെ ഉപയോഗിച്ച് പുറത്താക്കിയത്? ഹസ്തരേഖ നോക്കി ഒരാളുടെ സ്വഭാവവും ഭാഗ്യനിർഭാഗ്യങ്ങളും പറയാൻ പറ്റും. പക്ഷെ അത് ശാസ്ത്രീയമായ തെളിവല്ലല്ലോ. കോടതിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അറിയാം യുവർ ഓണർ. ഞാൻ വെറുതെ ഇവരുടെ സ്വഭാവത്തെക്കുറിച്ചൊന്ന് പഠിക്കുമായിരുന്നു. ഈ സ്ത്രീ ഒരിക്കലും നേരെ സഞ്ചരിക്കുന്നവരല്ല. വളഞ്ഞ വഴിയിലൂടെ മാത്രം ജീവിതത്തിൽ ഉയരങ്ങൾ നേടിയവരാ ഇവര്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇത് എന്റെ കക്ഷിയെ പരസ്യമായി അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒരിക്കലും അല്ല യുവർ ഓണർ. പ്രതിഭാഗത്തിന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഞാൻ ഹസ്തരേഖ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് വാദിഭാഗത്തിന് ക്ലാരിഫൈ ചെയ്യാനുള്ളത്? പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള പുതിയ തെളിവുകളെക്കുറിച്ചാണ് എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്. യെസ്, പ്രൊസീഡ്. സേതുമാധവന് ഏറ്റവും പ്രിയപ്പെട്ട മരുമകൾ നിങ്ങളായിരുന്നോ? അതെ, അച്ഛന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന ഞാനായിരുന്നു. നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയും. കാരണം സേതുമാധവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മരുമകൾ നിങ്ങളായിരുന്നില്ല. അത് സച്ചിയുടെ ഭാര്യയായ അർച്ചനയാ. അവന്തിക അസോസിയേറ്റ്സ് എന്ന കമ്പനി തുടങ്ങാൻ നിങ്ങൾ 50 കോടി രൂപ ബാങ്കിൽ നിന്നും ലോൺ എടുത്തെന്ന് പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ? അത് ശരിയാണ്. ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങിയത് ലോൺ എടുത്തിട്ടാ. അതിന്റെ രേഖകൾ എൻ്റെ അഡ്വക്കേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. യുവർ ഓണർ, ഇവർ പറയുന്നത് പൂർണ്ണമായും കളവാണ്. ഇവര് കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളിൽ ഈ ബാങ്ക് ലോണിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ആണിത്. അവന്തിക എന്ന സ്ത്രീക്ക് ആ ബാങ്കിൽ നിന്നും ഒരു ലോണും നൽകിയിട്ടില്ല. കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഈ രേഖ ഇവർ വ്യാജമായി ഉണ്ടാക്കിയതാണ്. ഈ പറഞ്ഞത് ശരിയാണോ? അല്ല യുവർ ഓണർ, എനിക്ക് ലോണുണ്ട്. ഇവർ ലോൺ എടുത്തത് അവന്തിക അസോസിയേറ്റ്സ് എന്ന സ്ഥാപനം തുടങ്ങിയതിനു ശേഷം 6 മാസം കഴിഞ്ഞിട്ടാ. അതിനു മുമ്പ് ഇവർ ഒരു ബാങ്കിൽ നിന്നും ഒരു ലോണും എടുത്തിട്ടില്ല. ഈ രേഖ വ്യാജമാണ്. BNS 336 അനുസരിച്ച് ഫോർജറിക്കും BNS 340 അനുസരിച്ച് ഫോർജറി ഡോക്യുമെന്റ്സ് കോടതിയിൽ തെളിവായി സമർപ്പിച്ചതിനും ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇത് അസംബന്ധമായ ആരോപണമാണ്. ഇത് വെറും ആരോപണമല്ല. പ്രതിഭാഗം ഹാജരാക്കിയ തെളിവുകൾ ബാങ്കിന്റെ ഔദ്യോഗിക രേഖകൾ തന്നെ തള്ളിക്കളയുകയാണ്. എന്താ വക്കീലേ ഇത്? നിങ്ങളുടെ കക്ഷി ഒരു ക്രിമിനൽ കുറ്റവാളിയെ പോലെയാണല്ലോ പെരുമാറുന്നത്. കേസെടുക്കേണ്ടി വരും. ഒബ്ജക്ഷൻ ഓവർറൂൾ. തീർന്നില്ല യുവർ ഓണർ. നെല്ലിശ്ശേരി ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിൽ സേതുമാധവന് മാത്രമല്ല അദ്ദേഹത്തിന്റെ മക്കൾക്കും ഷെയറുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം വ്യാജരേഖകളും ഒപ്പുകളും ഉപയോഗിച്ച് അവന്തിക മറ്റുള്ളവരുടെ പേരിലേക്ക് മാറ്റുമായിരുന്നു. അത് മാത്രമല്ല, അർച്ചനയും സച്ചിയും ചേർന്ന് ദത്തെടുത്ത് വളർത്തിയ ഇന്ദു എന്ന കുഞ്ഞിന്റെ പേരിൽ സേതുമാധവൻ ഒരു വിൽപത്രം തയ്യാറാക്കി വെച്ചിരുന്നു. അതിൽ കമ്പനിയുടെ 10% ഷെയറുകൾ ആ കുട്ടിയുടെ പേരിൽ അദ്ദേഹം എഴുതി വച്ചിരുന്നു. അതുകൂടാതെ ഇളയ മരുമകളായ ആതിരയുടെ കുട്ടി അമ്മുവിന്റെ പേരിലും അദ്ദേഹം 10% ഷെയർ എഴുതി വച്ചിട്ടുണ്ട്. മൈനറായിട്ടുള്ള ആ കുട്ടികളുടെ പേരിൽ എഴുതി വെച്ചിട്ടുള്ള സ്വത്തുക്കളും കൂടെ ചേർത്താണ് അവന്തിക തന്റെ സ്വന്തം കമ്പനിയിലേക്ക് ഈ ഷെയറുകളെല്ലാം മാറ്റിയത്. അതിനുശേഷം നെല്ലിശ്ശേരി അസോസിയേറ്റ്സ് എന്ന കമ്പനി പിരിച്ചുവിട്ടു.
വളരെ നീചമായ ഒരു സ്ലം സെയിലാ ഇവിടെ നടന്നത്. അത് തെളിയിക്കുന്ന രേഖകൾ ഞാൻ ഈ കോടതിയിൽ സമർപ്പിക്കുന്നു. നമ്മുടെ വക്കീലെ കലക്കുന്നുണ്ട്. അവന്തിക കൊണ്ടുവന്ന തെളിവുകളെല്ലാം ആരതി വക്കീല് പൊളിച്ചടുക്കും. ഇനി പ്രധാന വിഷയത്തിലേക്ക് വരാം. എന്തായിരുന്നു സേതുമാധവൻ സ്വത്തുക്കൾ സ്വന്തം മക്കൾക്ക് പോലും കൊടുക്കാതെ നിങ്ങളുടെ പേരിലേക്ക് മാത്രം എഴുതാനുള്ള കാരണം? എന്നോടുള്ള സ്നേഹം കൊണ്ട്. അപ്പോ നിങ്ങൾക്കും അദ്ദേഹത്തോട് അത്രയും സ്നേഹം ഉണ്ടായി കാണും അല്ലേ? അതെ. പിന്നീട് മാറ്റി പറയരുത്. ഇല്ല. ശരി, സമ്മതിച്ചു. മരുമകളോട് അത്രയും സ്നേഹമുള്ള അമ്മായി അച്ഛനെ നിങ്ങൾ എന്തിനാണ് ആ വീട്ടിൽ നിന്ന് പോലീസിനെ ഉപയോഗിച്ച് പുറത്താക്കിയത്? പറയൂ, എന്തിനായിരുന്നു അത്? അത് മറുപടി ഇല്ല അല്ലേ? അവന്തിക കുടുങ്ങി. ഇതിന് മറുപടി പറയാൻ അവക്ക് പറ്റില്ല. പറയൂ, സേതുമാധവനെയും കുടുംബത്തെയും പിടിച്ചിറക്കി വിട്ട ആ ദിവസം നെല്ലിശ്ശേരി വീട്ടിൽ എന്തായിരുന്നു നടന്നത്? പോലീസ് റിപ്പോർട്ടും മൊഴികളും എന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്കിനി കള്ളം പറഞ്ഞ് അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവന്തിക. സത്യം നിങ്ങൾ ഈ കോടതിക്ക് മുമ്പിൽ പറഞ്ഞേ പറ്റൂ. നിങ്ങൾ പറയാത്ത സ്ഥിതിക്ക് അതും ഞാൻ തന്നെ കോടതിക്ക് മുമ്പിൽ പറയാം. യുവർ ഓണർ, സേതുമാധവൻ ഇത്രയും സ്നേഹമുണ്ടായിരുന്ന ഈ മരുമകൾ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം നിർബന്ധിച്ചെഴുതി വാങ്ങിയതിനു ശേഷം പോലീസിനെ ഉപയോഗിച്ച് സേതുമാധവനെയും കുടുംബത്തിനെയും ബലമായി നെല്ലിശ്ശേരി വീട്ടിൽ നിന്നും പിടിച്ച് പുറത്തിറക്കി ഗേറ്റിന് വെളിയിൽ തള്ളി. ആ ദുഃഖഭാരത്താൽ ഗേറ്റിന് വെളിയിൽ റോഡിൽ നിൽക്കുമ്പോ സേതുമാധവന് ഹാർട്ട് അറ്റാക്ക് വന്നു. സേതുമാധവൻ ഹാർട്ട് അറ്റാക്ക് വന്ന് റോഡിൽ വീണ് കിടക്കുന്ന സമയം ഇളയ മരുമകളായ അർച്ചന അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരു വാഹനത്തിന് വേണ്ടി ഈ നിൽക്കുന്ന സ്നേഹമുള്ള മരുമകളോട് കെഞ്ചി. പക്ഷേ ക്രൂരയായ ഈ സ്ത്രീ അതിന് അനുവദിച്ചില്ല.